നമസ്കാരം. വരുന്ന 31-ാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കൗൺസിൽ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20-ാം വാർഡായ വാഴോട്ടുകോണത്തു നിന്നും ജയിച്ച് കൗൺസിലറായ സുഗതനെ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം കേരള ഹൈക്കോടതി നിരാകരിച്ചതിനെ തുടർന്ന് ജൂൺ മാസം 9-ാം തീയതി രാത്രി വളരെ നാടകീയമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തി. ഇപ്പോൾ അദ്ദേഹം 6 മാസത്തേക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ ആണ്. ഇതിനിടയ്ക്കാണ് CPM കൗൺസിലർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അവർ പറഞ്ഞത് ഈ 20 കൗൺസിലേഴ്സിൻ്റെ സത്യപ്രതിജ്ഞ അത് വോയിഡാണെന്നാണ്. അതായത് അവർ പലവിധ ദൈവങ്ങളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ വിഷയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരിഗണിക്കുകയും അവരുടെ സത്യപ്രതിജ്ഞ അത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അവർക്ക് 1 മാസം സമയം കൊടുത്തു. അതിനകം അവരോട് ആവശ്യപ്പെട്ടത് അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 19 പേർ സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ സുഗതന് ജയിലിൽ ആയതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ല. തുടർന്നാണ് BJPയും അദ്ദേഹവും കേരള ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചത് സിംഗിൾ ബെഞ്ചിനെ. അതായത് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ജാമ്യം നൽകണമെന്നായിരുന്നു അവിടെ ആവശ്യപ്പെട്ടത്. എന്നാൽ സിംഗിൾ ബെഞ്ചിന് കാപ്പ നിയമത്തിനടിയിൽ തടവിലാക്കപ്പെട്ട ഒരാൾക്ക് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. അത് ഡിവിഷൻ ബെഞ്ചിന് മാത്രമേ സാധിക്കൂ. ഇതറിയാത്ത BJPക്കാരാണ് സിംഗിൾ ബെഞ്ചിനെ ജാമ്യത്തിനായി സമീപിച്ചത്. എന്നാൽ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് ഉപയോഗിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹം മുൻനിർത്തിയ ഒരു കാര്യം, ഈ വാഴോട്ടുകോണത്തെ ജനങ്ങളുടെ മാൻഡേറ്റിനെ അംഗീകരിക്കണം. നമ്മൾ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതു രീതിക്കും സുഗതനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഒരു പരിഹാരമായി വിയൂർ സെൻട്രൽ ജയിലിൽ വച്ചു തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി 13-ാം തീയതി ഉത്തരവിട്ടു. അതിനെ തുടർന്ന് 14-ാം തീയതി വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം 3 കൺസിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിങ്ങിൽ ഒരു കൗൺസിലർ പങ്കെടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അംഗത്വം നഷ്ടപ്പെടും. അപ്പോൾ ഈ വരാൻ പോകുന്ന മീറ്റിങ്ങിൽ 31-ാം തീയതിയിലെ മീറ്റിങ്ങിൽ സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർഷിപ്പ് നഷ്ടപ്പെടുമെന്ന് ഒരു വിഭാഗവും, ഇല്ല അദ്ദേഹത്തിൻ്റെ കൗൺസിലർഷിപ്പ് നഷ്ടപ്പെടില്ല എന്ന് മറുവിഭാഗവും ആരോപിക്കുന്നു. എന്താണ് ഇതിൻ്റെ നിയമപരമായ വശം എന്നാണ് ഞാൻ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ലീഗൽ മാക്സിം പരിശോധിക്കാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള വിഷയങ്ങൾ പരിഗണിക്കാം. ലെക്സ് നോൺ കോജിറ്റ് അഡ് ഇമ്പോസിബില്ല എന്നതാണ് അത്. അതായത് ഒരു കോടതിക്ക് പോലും ഒരാളോട് അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ സാധ്യമായ കാര്യങ്ങൾ മാത്രമേ കോടതിക്ക് പോലും നിർദ്ദേശിക്കാൻ കഴിയൂ. സപ്പോസ് ഒരു കോടതി എന്നോട് പറയുകയാണ്, നിങ്ങൾ 10 മിനിറ്റ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അത് ഒരിക്കലും സാധ്യമല്ല. എനിക്ക് ആ കോടതി ഉത്തരവ് അംഗീകരിക്കാൻ കഴിയില്ല, അനുസരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? എനിക്ക് 10 മിനിറ്റ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയില്ല എന്നത് തന്നെ. ആ ഒരു മാക്സിമിൻ്റെ വെളിച്ചത്തിലാണ് നാം ഈ സുഗതൻ വിഷയം പരിഗണിക്കേണ്ടത്. സുഗതനെതിരെ കാപ്പ ചുമത്തിയാൽ BJPക്ക് കോർപ്പറേഷനിലുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നും അതിലൂടെ CPMനോ കോൺഗ്രസിനോ അധികാരം കിട്ടുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ സുഗതനെതിരെ കാപ്പ ചുമത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തിയത് നേരത്തെ അവിടുത്തെ MLA ആയിരുന്ന പ്രശാന്തിൻ്റെ വ്യക്തിവൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അവർ തമ്മിൽ ചില ഭിന്നതകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശാന്ത് വിചാരിച്ചു, എങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഈ സുഗതനെതിരെ കാപ്പ ചുമത്തിയത്. 1994 കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 91(1) പ്രകാരമാണ് ഒരു കൗൺസിലർ 3 തുടർച്ചയായ കൗൺസിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യനാക്കപ്പെടുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് എങ്കിൽ
കോടതി പരിശോധിക്കുന്നത് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നാണ്. ഓരോ വാക്കിനും അതിൻ്റേതായ പ്രാധാന്യം കാണും. ഇവിടെ എഴുതിയിരിക്കുന്നത് ആബ്സെൻസ് ഹിംസെൽഫ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ മുനിസിപ്പാലിറ്റി കൺസേൺ ഫ്രം ദ മീറ്റിംഗ് ഓഫ് ദ കൗൺസിൽ എന്നാണ്. അതായത് ഒരാൾ സ്വമേധയാ ഈ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ തുടർച്ചയായ 3 കൗൺസിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇയാൾ അയോഗ്യനാക്കപ്പെടുന്നത്. അവിടെയാണ് ഈ കൗൺസിലിൻ്റെ അനുമതിക്ക് പ്രാധാന്യം അർഹിക്കുന്നത്. എന്താണ് ആബ്സെൻറ്റ് ഹിംസെൽഫ് എന്നുള്ളതിൻ്റെ നിയമപരമായ അർത്ഥം? അതായത് ഒരു കൗൺസിലർ തുടർച്ചയായ 3 കൗൺസിൽ യോഗങ്ങളിൽ വളണ്ടിയറായിട്ട് സ്വമേധയാ പങ്കെടുക്കാതെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈ ആകുമെന്നാണ് ഈ ആക്റ്റിൽ പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ് അവസ്ഥ? സുഗതൻ സ്വമേധയാ അല്ല ഈ കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത്. മോറോവർ അദ്ദേഹം ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അദ്ദേഹം തടഞ്ഞിരിക്കുകയാണ്. മറ്റൊരു നിയമപ്രകാരം അയാൾ അതിൽ അശക്തനാണ്. അയാൾക്ക് ഒരു കാരണവശാലും ഈ കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ മാക്സിം നിങ്ങൾ ഒന്ന് ആലോചിക്കണം. അതായത് ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യണം എന്ന് ആർക്കും തന്നെ അയാളോട് ആവശ്യപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അഥവാ ഈ സുഗതൻ അടുത്ത മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും ഇവൻ അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തില്ല, ലീവ് ഗ്രാൻഡ് ചെയ്തില്ല എങ്കിൽ പോലും അദ്ദേഹം ഡിസ്ക്വാളിഫൈ ആകാൻ പോകുന്നില്ല. കാരണം അത് അവസാനം തീരുമാനിക്കുന്നത് ഒരു കോടതിയായിരിക്കും, അല്ലാതെ കൗൺസിൽ ആയിരിക്കില്ല. ഒരു കൗൺസിലർക്ക് ഒരു കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അയാൾക്ക് ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് കൊടുക്കേണ്ടത് സെക്രട്ടറിക്കാണ്. ഈ ലീവ് അനുവദിക്കുന്നത് മേയർ അല്ല, മറിച്ച് കൗൺസിലാണ്. അതുകൊണ്ട് തന്നെ ഈ കൗൺസിൽ മീറ്റിങ്ങിൻ്റെ അജണ്ട തയ്യാറാക്കുമ്പോൾ ഈ സെക്രട്ടറിയും മേയറും കൂടി ചേർന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ലീവ് ആപ്ലിക്കേഷനും ഇതിൻ്റെ ഒരു ഭാഗമാക്കും. അങ്ങനെ കൗൺസിലിന് മാക്സിമം 6 മാസത്തേക്കുള്ള ലീവ് ഈ കൗൺസിലർക്ക് അനുവദിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ലീവ് ആപ്ലിക്കേഷൻ ഈ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വരുമ്പോൾ അന്ന് അവിടെ പ്രസൻ്റ് ആയതും വോട്ട് ചെയ്യുന്നതുമായ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊരു തീരുമാനം ആകും. ലീവ് അനുവദിക്കുകയോ നിരാകരിക്കപ്പെടുകയോ ചെയ്യാം. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രത്യേകത ഉള്ള ഒരു കാര്യമുണ്ട്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ടോട്ടൽ അംഗസംഖ്യ 101 അതിൽ സുഗതൻ ഇപ്പോൾ അകത്താണ്. ബാക്കിയുള്ളത് 100. 50 പേർ BJPയോടൊപ്പം, 50 പേർ പ്രതിപക്ഷത്ത്. അപ്പോൾ ഈ സുഗതൻ ഇപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് പരിഗണനയ്ക്ക് വരുമ്പോൾ ഈ മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വോട്ട് ചെയ്യും. 50 എന്ന് കരുതാം. പ്രതിപക്ഷവും വോട്ട് ചെയ്യും. നമുക്ക് അതും 50 ആണെന്ന് കരുതാം. അപ്പോൾ ഇത് ടൈ ആയി. അപ്പോൾ ഈ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് പ്രകാരം അത്തരത്തിൽ ഒരു ടൈ വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ അത് രാജേഷ് ആയിരിക്കും, മേയർ ആയിരിക്കും. മേയർ ഒരു കാസ്റ്റിംഗ് വോട്ട് കൂടി ചെയ്യും. അപ്പോൾ BJPക്ക് 51 പ്രതിപക്ഷത്തിന് 50 ആകും. അതോടുകൂടി ഈ സുഗതൻ്റെ ഈ ലീവ് ആപ്ലിക്കേഷൻ അനുവദിക്കപ്പെടും. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ സുഗതന് ഈ ലീവ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ലീവ് ഗ്രാൻഡ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അത് അവിടെയും ഫൈനലാകുന്നില്ല. അത് വീണ്ടും കോടതി കയറി ഇറങ്ങും. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും കുറ്റത്തിനുള്ള ശിക്ഷയായിട്ടല്ല ഈ സുഗതനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ഒരു കരുതൽ തടങ്കലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹത്തെ ജയിലിൽ ഇട്ടിരിക്കുന്നത്. ആ കാപ്പ ചുമത്തിയത് പോലും ഇപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അന്തിമമായിട്ടില്ല. കാരണം അതും ഫൈനലി തീരുമാനിക്കുന്നത് കോടതികൾ ആയിരിക്കും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ കാപ്പ ചുമത്തിയ നടപടിക്കെതിരെ ഈ BJP അല്ലെങ്കിൽ സുഗതൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാത്തത് എന്നാണ്. അതുകൊണ്ട് ഹൈക്കോടതിയായിരിക്കും അല്ലെങ്കിൽ അതിനുശേഷം സുപ്രീം കോടതിയായിരിക്കും ഈ സുഗതനെതിരെ കാപ്പ ചുമത്തിയ നടപടി ശരിയാണോ തെറ്റാണോ എന്ന് അന്തിമമായി പറയുന്നത്. അല്ലാതെ ഈ കാപ്പയുടെ അഡ്വൈസറി ബോർഡ് അല്ല. സുഗതൻ്റെ അപേക്ഷ കാപ്പയുടെ അഡ്വൈസറി ബോർഡ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ
എനിക്കറിയില്ല ഇതുവരെയും ഈ BJPയോ സുഗതനോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചതായിട്ട് എനിക്കറിയില്ല. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ സുഗതൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റീ ഓത്ത് എടുത്ത ജൂലൈ 14 മുൻപ് നടന്ന 2 കൗൺസിൽ മീറ്റിങ്ങുകൾ, അതിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കണക്കിലെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് നിയമപരമായി ഒരു കൗൺസിലർക്ക് ഫങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, കൗൺസിലറായി ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ നിയമപരമായി ശരിയായ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഈ റീ ഓത്ത് ചെയ്ത 14 മുൻപുള്ള ഒരു കൗൺസിൽ മീറ്റിങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സുഗതൻ പങ്കെടുത്തിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും തന്നെ ഇനി കണക്കിലെടുക്കേണ്ട വിഷയമേ അല്ല. അതിനാൽ ഇനി കണക്കിലെടുക്കാൻ സാധിക്കുന്നത് സുഗതൻ റീ ഓത്ത് എടുത്ത ജൂലൈ 14 ശേഷമുള്ള കൗൺസിൽ മീറ്റിങ്ങുകൾ മാത്രമായിരിക്കും. കൂടാതെ എ പേഴ്സൺ ഷുഡ് നോട്ട് സഫർ എ സ്റ്റാറ്റ്യൂട്ടറി ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ ഫെയിലിംഗ് ടു പെർഫോം ആൻ ആക്ട് ദാറ്റ് ദ law itself temporarily prevented him from performing. അതായത് ഒരാൾക്ക് നിയമപരമായി ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിസ്ക്വാളിഫിക്കേഷൻ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് ഈ സുഗതനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഈ പ്രതിപക്ഷത്തിൻ്റെ സ്വപ്നം വെറും ജലരേഖകൾ മാത്രമാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന ഒന്നല്ല. എന്തായാലും സുഗതന് ഇപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്. കൗൺസിൽ അത് പരിഗണിച്ചാൽ തീർച്ചയായിട്ടും സുഗതന് ലീവ് ഗ്രാൻറ്റ് ചെയ്യപ്പെടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കാസ്റ്റിംഗ് വോട്ട് പോലും ഉണ്ട്. രണ്ടാമതായി 2 നിയമങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് മുനിസിപ്പാലിറ്റി ആക്ട്, മറുവശത്ത് കാപ്പ. രണ്ടും ഉണ്ടാക്കിയത് ഈ സംസ്ഥാന സർക്കാർ ആണ്. സംസ്ഥാന സർക്കാർ കാപ്പ ചുമത്തി സുഗതനെ അകത്തിട്ടിരിക്കുകയാണ്. അതേ സർക്കാർ തന്നെ മറ്റൊരു നിയമത്തിൽ കൂടി പറയുന്നു, നിങ്ങൾ ഈ പർട്ടിക്കുലർ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങളുടെ കൗൺസിലർ സ്ഥാനം തെറിക്കുമെന്ന്. അതെങ്ങനെ പറയാൻ പറ്റും? തീർച്ചയായിട്ടും ആ ഒരു വിഷയവും ഭാവിയിൽ കോടതി തന്നെ തീരുമാനം കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പല കാര്യങ്ങളും ഉണ്ട്. ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഈ ജയിലിൽ കിടന്ന് സത്യപ്രതിജ്ഞ ചെയ്തതുപോലും ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിയമവശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ് ഈ സുഗതനുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനിലെ വിഷയങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒരു വിധിയും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യത്തിൽ ആശ്വസിക്കാം, ഈ ഒരു വിഷയത്തിലൂടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ സുപ്രീം കോടതിയും പല സുപ്രധാനമായ വിധികളും പറയാനുള്ള എല്ലാ ചാൻസും ഈ കേസിൽ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ സുഗതന് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ഒരു ജനാധിപത്യത്തിൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വാഴോട്ട് കോണത്തെ അല്ലെങ്കിൽ എവിടത്തെ ആയാലും ജനങ്ങളുടെ മാൻഡേറ്റിന് അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കണം, പരിഗണന കൊടുക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് സുഗതനെ ജയിലെങ്കിൽ ജയിൽ അവിടെ വച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ സുഗതൻ്റെ ക്വാളിഫിക്കേഷനോ ഡിസ്ക്വാളിഫിക്കേഷനോ ആയി ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും ഹൈക്കോടതി അവിടെ ഉയർത്തിപ്പിടിച്ച ആ ധാർമ്മിക മൂല്യത്തെ വിലയിരുത്തിക്കൊണ്ട് വേണം, മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഏത് തീരുമാനവും എടുക്കേണ്ടത്. ഇതൊരു പ്രത്യേക സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഈ വാഴോട്ട് കോണത്തെ ജനങ്ങളുടെ മാൻഡേറ്റിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സുഗതൻ്റെ ഈ കൗൺസിലറായിട്ടുള്ള ആ ക്വാളിഫിക്കേഷനെ നിലനിർത്താനുള്ള കാര്യങ്ങളായിരിക്കണം ആര് വേണമെങ്കിലും എടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം കോടതിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി അതിന് വിരുദ്ധമായ എന്ത് തീരുമാനം എടുത്താലും അതിനെ ചവറ്റുകുട്ടയിൽ എറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ മുനിസിപ്പാലിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചു എന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം മെമ്പർമാരെ നിയമിക്കുന്നത് പോലെയാണോ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ ഏത് ദേവസ്വം ബോർഡായാലും അവിടെ നോൺ ഹിന്ദുസിനെ നിയമിക്കുന്നത്? സത്യത്തിൽ ഞാൻ വളരെ റിസർച്ച് ചെയ്തിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണേണ്ട ഒരു വീഡിയോ ആണ്. എന്നാലും കഷ്ടമെന്ന് പറയട്ടെ, ആകെ 1000 പേര് മാത്രമേ ഇപ്പോൾ അത് കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. എനിക്ക് ഒരു കാര്യം അറിയാമെന്നുള്ളൊരു കാര്യം അത് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ ചെയ്യുന്നതോടുകൂടി എനിക്ക് സംതൃപ്തി കിട്ടും. കാണുകയും കാണാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് നിങ്ങളുടെ കാര്യം മാത്രമാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള നിയമപരമായ വിഷയങ്ങൾ ഒരുപാട് പേർ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുകയും അതിനെ ഷെയർ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.